ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നത് നമ്മൾ വീട്ടിലൊരു ചെറിയ നഴ്സറി ഫാമുമായിട്ട് നമ്മൾ ഓപ്പൺ ആക്കാൻ ഉള്ള ഒരു പ്ലാനിങ്ങിലാണിപ്പോൾ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതേപോലെ നമ്മൾ നല്ല തൈകൾ നമ്മൾ വീട്ടിലെല്ലാവർക്കും കൊടുക്കലുണ്ട്. ഒരുപാട് ആൾ ഇവിടെ വന്ന് മേടിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബേഡ്സിനെ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളടുത്ത് ഒരുപാട് ബേഡ്സ് ഒന്നുമില്ല. ആഫ്രിക്കൻ ലവ് ബേർഡ് എന്ന് ഞാൻ തുടക്കമെന്നോണം ആദ്യം ചെയ്തിരുന്നത്. അത് ഒരുപാട് ആൾക്ക് ഞാൻ എത്തിച്ചു കൊടുത്തു. ഇപ്പോൾ നമ്മളിവിടെ നമ്മളെ വീട്ടിൽ പിന്നെ ഇതുപോലെ ഷീറ്റ്, അതുപോലെ നമ്മൾ ഫ്ലെക്സൊക്കെ വെച്ചിട്ട് നമ്മളൊരു ചെറിയ സംരംഭം നമ്മൾ ഓപ്പൺ ആക്കാനുള്ള പിന്നെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വൈകാതെ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 1-2 ആഴ്ചൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ ഓപ്പൺ ആക്കും. പിന്നെ അതിൽ നമ്മൾ ചെയ്യാൻ പോണത് വെറൈറ്റി ഐറ്റം ചെടികൾ, തൈകൾ, പ്ലാന്റുകൾ, പിന്നെ ഫിഷ്. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ബേഡ്സിനുള്ള ഒരു കേജാണ്. അപ്പോൾ അതിനുള്ള ഒരു റൂം ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തു. പിന്നെ ഇനി ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ സെപ്പറേറ്റ് കൂട് ഞാൻ കൊടുക്കാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനുള്ള കൂടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, വർക്ക് നടന്നുകൊണ്ടിരിക്കണുള്ളൂ. പിന്നെ ചെടികൾക്ക് ഇപ്പോൾ ഞാൻ ചെടികൾ വെക്കാൻ ഇവിടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ മേലെ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കവർ പോലുള്ള ഒരു ഷീറ്റാണ് ഇതിന് തയ്യാറാക്കിയിട്ടുള്ളത്. അധികം വെയിറ്റും തോന്നില്ല, വെയിൽ കിട്ടാനും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ കൂടിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടിപ്പോൾ നമ്മളൊരു ഐഡിയയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തെങ്കിലും പിന്നെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. പിന്നെ ബേഡ്സുകൾ ഒരുപാട് നമ്മളെ കയ്യിലായിട്ടില്ല. അപ്പോൾ ആഫ്രിക്കൻ ലവ് ബേർഡ് ഒരുപാട് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഞാൻ ഒരുപാട് കൊടുത്ത് ഇപ്പോൾ കുറച്ച് കുറവാണ്. ഇപ്പോൾ ചെടികളുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റുകൾ, എല്ലാവിധ സാധനങ്ങളും നമ്മളെ കയ്യിൽ പിന്നെ ഒരുവിധം നല്ല തൈകൾ ഒക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ബഡ്ഡിങ് തൈകൾ, പിന്നെ അതുപോലെ കുരുമുളക്, പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നു. പിന്നെ വിയന്ന ഏളിൻ്റെ തൈകൾ, ജാക്ക് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ വന്നിട്ടുണ്ട്. പ്ലാന്റുകൾ, ചെടികൾ എല്ലാവിധം ഉണ്ട് നമ്മൾ. അതുപോലെ തന്നെ പിന്നെ വെറൈറ്റി ഗപ്പീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-30 ഐറ്റം ഗപ്പീസ് നമ്മളെ കൈകളിലുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വൈകാതെ നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചു തരും. അപ്പോൾ തീർച്ചയായും നിങ്ങളെ സഹകരണം വേണം, അതാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു സംരംഭം ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും പാടി വിപുലീകരിച്ചിട്ടുള്ള ഒരു മെച്ചപ്പെടുത്തലാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ബേഡ്സൊക്കെ വേണ്ടവർ വിളിക്കുക. അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക. അതുപോലെ തൈകൾ, എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യങ്ങൾക്കും സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാം വിളിക്കുക. ചെടികൾ എങ്ങനെ വെക്കുക, അല്ലെങ്കിൽ തൈകൾ വെക്കേണ്ട രീതി, പിന്നെ കുരുമുളക്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു പുതിയ വീഡിയോ ആയിട്ട് എന്തായാലും വരും. കാരണം നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ നഴ്സറിയുടെ അതിൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കും. പിന്നെ അപ്പോൾ അതിന് ശേഷം നിങ്ങളെല്ലാവരും നമ്മളെ വീട്ടിൽ വരണം. അതിലെ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് വേണം. പിന്നെ അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കിലാണ്. പിന്നെ ഇതിപ്പോൾ ഞാനൊരു കുളം സെറ്റ് ചെയ്തതാണ്. ഇതിലിപ്പോൾ ഫുള്ള് ആദ്യം ഞാൻ നെറ്റർ, അതുപോലെ വളർത്തുമീനെന്ന് സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇതിൽ ഗപ്പി ഒരു 2-3 വെറൈറ്റി ഇട്ടിട്ട് ഒന്നിച്ചാണ് ഗപ്പീസിനാണ് ഇപ്പോൾ അതിൽ ചെയ്തിട്ടുള്ളത്. ഇതിനൊന്നും അധികം ചിലവ് വരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു 3000, 3500, 4000 രൂപ ചിലവ് വരുന്നുള്ളൂ ഇതിനൊക്കെ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ പിന്നെ വീഡിയോകൾ കാണുക, നമ്മളെ വീഡിയോകളൊക്കെ കാണുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക, നമ്പർ ഞാനിതിൽ കൊടുക്കുക. പിന്നെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ.